എൻ്റെ പേര് റീന ലിയോൺ. ഇതെൻ്റെ രണ്ടാമത്തെ മകൻ്റെ ഭാര്യ ചിപ്പി ജോസഫ്. ഞങ്ങൾ എറണാകുളം ജില്ല താന്നിപ്പുഴയിൽ നിന്ന് വരുന്നു. എൻ്റെ രണ്ടാമത്തെ മകന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ 2024 ഏപ്രിൽ 18 കിട്ടിയ സാക്ഷ്യങ്ങളെല്ലാം ഇവിടെ പറഞ്ഞു. അത് കഴിഞ്ഞ് കിട്ടിയ അനുഗ്രഹങ്ങളാണ് പറയാൻ പോകുന്നത്. രണ്ടാമത്തെ മകൻ UK പോകാൻ വേണ്ടി മാൾട്ടയിലുള്ള ജോലി അവന് റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് വന്നു. ഇവർക്ക് രണ്ടാൾക്കും ഒരുമിച്ച് പോവാൻ അത് പറ്റിയില്ല. അങ്ങനെ 4 മാസം അവനവിടെ വീട്ടിൽ വെറുതെ ഇരുന്നു. ഭയങ്കര വിഷമമായി. ഞാൻ ജൂൺ 8 രാത്രി മാതാവിനോട് പറഞ്ഞു, ജൂൺ 7 ഇന്ന് വെള്ളി 8 ദിവസത്തിനുള്ളിൽ എൻ്റെ മകനൊരു ജോലിക്കുള്ള ഉത്തരം നീ തരണമെന്ന്. അന്ന് രാത്രി ഞാൻ ഒരുപാട് കരഞ്ഞുറങ്ങി. രാത്രി ഞാൻ സ്വപ്നം കണ്ടു. അൾത്താരയിൽ അച്ഛൻ അന്നാ പെസക കുർബാന ചെല്ലടു പാട്ട് തുടങ്ങി. ഒരു മാതാവ് ഒരു മുല്ലമാലയും പിടിച്ചും കൊണ്ട് എന്നെ നോക്കി ചിരിച്ചു 2 പ്രാവശ്യം. അപ്പം ഞാൻ തീരുമാനിച്ചു, നേരം വെളുത്തപ്പോൾ എൻ്റെ മോന് പോകാനുള്ളൊരു വഴി മാതാവ് ഒരുക്കിയെന്ന്. അപ്പോൾ അവന് മാൾട്ടയിലെ കാർഡ് കാലാവധി കഴിഞ്ഞിട്ടുണ്ടായില്ല. അപ്പോൾ ഇളയ മകൻ വിളിച്ചു പറഞ്ഞു, എങ്ങനെയെങ്കിലും കയറി വാ, എന്തെങ്കിലും ഒരു വഴി കാട്ടി തരുമെന്ന്. അങ്ങനെ അവിടുത്തെ ഒരു ഏജൻറ്റിനെ ചോദിച്ചപ്പോൾ കാർഡ് ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് അപ്പം ഞാൻ ചോദിച്ചാൽ ഏജൻറ്റിൻ്റെ പേര് നുട്ടാന്ന്. അപ്പം മേരി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു മാതാവ് തന്നെയാണ്. ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു, അവൻ കയറി പോവുകയാണെങ്കിൽ നീ അവിടെ ഒരാളെ അവന് കാർഡ് ഉണ്ടാക്കി കൊടുക്കാൻ അവിടെ ഒരുക്കി നിർത്തണമെന്ന്. അങ്ങനെ ആ മാഡം കാർഡ് ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. ആദ്യം വെച്ചത് റിജക്ഷനായി. ഇപ്പോൾ രണ്ടാമത് വെച്ചേക്കാണ്. അത് മാതാവ് ശരിയാക്കി കൊടുക്കും എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. അതുപോലെ രണ്ടാമത്തെ മകൻ്റെ ഭാര്യ 4 പ്രാവശ്യം വിസയ്ക്ക് വെച്ചു മാൾട്ടയ്ക്ക് പോവാൻ. ഇനി അവൾ പറയും അവളുടെ കാര്യം. പിന്നെ എനിക്ക് രണ്ടാമത്തെ മകന് ഇതുപോലെ ഒരു കാലുവേദന വന്നു. എന്തുന്നാന്നൊരു ഡോക്ടർമാർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഞാനിവിടെ നിന്ന് സാക്ഷ്യം പറഞ്ഞോളാമെന്ന് മാതാവിനോട് പറഞ്ഞു. അപ്പം കണ്ടുപിടിച്ചു അവൻ്റെ കാലിൻ്റെ പാദത്തിന് അടിക്ക് വളവില്ല, ഫ്ലാറ്റായിട്ടിരിക്കണത് കൊണ്ടാണെന്ന്. ആ ചെരുപ്പുമ്പോൾ കട്ട വെച്ച് പിടിപ്പിച്ച് കുറച്ച് നാൾ നടന്നു കഴിയുമ്പോൾ ശരിയാവുമെന്ന്. ഇപ്പോൾ അവന് ഒരു കുഴപ്പമില്ല, സുഖമായിട്ട് നടക്കുന്നു. അതുപോലെ ഭർത്താവിൻ്റെ കാലൊരു സർജറി കഴിഞ്ഞ കാലായിരുന്നു. 4 വർഷമായി. ഒരു കാരണവശാലും കാല് പൊട്ടരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായി. കാല് ഒരു ദിവസം പൊട്ടി, അതിൽ നിന്ന് കുറേ വെള്ളം വന്നു. അപ്പോൾ തന്നെ ഡോക്ടർ കൊണ്ടു ചെല്ലാൻ പറഞ്ഞു. രാത്രിയായി. ഞാൻ പറഞ്ഞു, ഇത്രയും ശക്തിയുള്ളൊരു മാതാവിൻ്റെ തൈലം ഇവിടെ ഉള്ളപ്പോൾ നമുക്ക് നാളെ രാവിലെ പോകാമെന്നും പറഞ്ഞ് ഞാൻ ആ തൈലം പുരട്ടി. നേരം വെളുത്തപ്പോൾ കാല് കരിഞ്ഞ് ഉണങ്ങിയിരിക്കുന്നു. പിന്നെ ഞങ്ങൾ ആശുപത്രിയിൽ പോയില്ല. ഞങ്ങൾ എന്ത് അസുഖം വന്നാലും ഉപ്പും തേനുമാണ് അധികം കഴിക്കുന്നതും. തൈലം പുരട്ടി വിശ്വാസപ്രമാണം ചെല്ലും. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് ഈശോയും ഞങ്ങളുടെ കുടുംബത്തിന് തന്നിട്ടുണ്ട്. ഇനി മോള് പറയും. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ചിപ്പി ജോസഫ്. മാൾട്ടയിലേക്ക് പോകാൻ വേണ്ടി 3 പ്രാവശ്യം ഞാൻ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തായിരുന്നു. പക്ഷേ എനിക്ക് വിസ കിട്ടിയില്ല. കഴിഞ്ഞ മാസം ജൂലൈ 10 വീണ്ടും ഞാൻ പേപ്പർ സബ്മിറ്റ് ചെയ്തു. ഈ മാസം 5 വന്ന് ഞാൻ ഉടമ്പടി എടുക്കുകയും ആഗസ്റ്റ് 8 പാസ്പോർട്ട് ഡിസ്പാച്ച് ആവാൻ വേണ്ടി മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു. ആഗസ്റ്റ് 9 പാസ്പോർട്ട് ഡിസ്പാച്ച് ആവുകയും ഇന്നലെ എനിക്ക് വിസ കിട്ടുകയും ചെയ്യുന്നു. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരുപാട് നന്ദി. പിന്നെ ഈ കഴിഞ്ഞ മാസം 22 ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഉടമ്പടി പ്രാർത്ഥന ചെല്ലിയപ്പോൾ എൻ്റെ തിരിയുമ്പോൾ മാതാവ് വന്നിരുന്നു. ഞാനത് ഫോട്ടോ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിപ്പിനെ തൊട്ട് ഞങ്ങൾക്ക് മാതാവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ വീട്ടിലുണ്ട്. മോന് കാർഡ് കിട്ടിയിട്ട് വേണം എനിക്ക് സാക്ഷ്യം പറയാമെന്ന് വിചാരിച്ചു. പക്ഷേ അത്രയും നാളും പറ്റൂല. അതിക്ക് മുമ്പ് കിട്ടിയത് പറയാൻ ഞാൻ വന്നതാണ്. സ്നേഹം നിറഞ്ഞവരെ, റീന ലിയോൺ എന്ന സഹോദരിയാണ് നമ്മളോട് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവച്ചത്. ഈ സഹോദരി നമ്മളോട് പറയുകയായിരുന്നു എങ്ങനെയാണ് തൻ്റെ മക്കളുടെ വിദേശത്തേക്ക് പോകുവാനുള്ള തടസ്സങ്ങളൊക്കെ പരിശുദ്ധ അമ്മ മാറ്റിക്കൊടുത്തതെന്ന്. അൾത്താരയിൽ പറയുന്ന ഓരോ സാക്ഷ്യങ്ങളിലും പല വ്യക്തികളും പറയാറുണ്ട്, ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുവാനായിട്ട് സാധിച്ചുവെന്ന്. നമുക്കറിയാം, കൃപാസനത്തിൽ പരിശുദ്ധ അമ്മ സമയത്തിൻ്റെ മേൽ ആധിപത്യമുള്ള അമ്മയാണ്. പരിശുദ്ധ അമ്മ കൂടെ സഞ്ചരിക്കുന്ന അമ്മയാണ്, സഞ്ചാരി മാതാവാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് സമയത്തിൻ്റെ മേൽ ആധിപത്യമുണ്ട്. പരിശുദ്ധ അമ്മ
തിരുക്കുമാരൻ്റെ സന്നിധിയിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥം പ്രാർത്ഥിക്കും എന്നുള്ളതിൽ സംശയമില്ല. അങ്ങനെ സമയത്തിൻ്റെ മേൽ ആധിപത്യമുള്ള അമ്മയോട് നമുക്ക് കൃത്യമായിട്ട് സമയം പറഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ട് പരിശ്രമിക്കാം. പരിശുദ്ധ അമ്മയുടെ വലിയ അനുഗ്രഹവും പരിശുദ്ധ അമ്മയുടെ വലിയ സ്നേഹവാത്സല്യവും മധ്യസ്ഥവും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് നമുക്ക് കൂടുതൽ തീക്ഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കുവാനായിട്ട് പരിശ്രമിക്കാം. ഈ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഇരു കരങ്ങളും അടിച്ച് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നമുക്ക് നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.